ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളിൽ വലിയ ക്രാഷാണ് ഇന്ന് മോർണിംഗിലുള്ളത്. ജാപ്പനീസ് മാർക്കറ്റുകൾ അറൗണ്ട് 6% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ അവരുടെ പീക്കിൽ നിന്ന് ഇപ്പോൾ 20% അധികം താഴെയാണ്. 20% താഴെയാണെങ്കിൽ അതിനർത്ഥം ബെയർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നാണ്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്നാണ് ജാപ്പനീസ് മാർക്കറ്റ് ഈ വർഷം വലിയ രീതിയിൽ മുന്നേറിയത്. അതേപോലെ തന്നെ വളരെ പെട്ടെന്നാണ് ഇപ്പോൾ വലിയ ക്രാഷ് നേരിടുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഡിസിഷനാണ്. 0.25% നിരക്കിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതാണ്. അവർ ഹിൻഡ് ചെയ്തിരിക്കുന്നത് 1% വരെ ഉയർത്തിയേക്കാമെന്നാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ജാപ്പനീസ് കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. കാരണം ജാപ്പനീസ് കോർപ്പറേറ്റുകളെല്ലാം തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനികളാണ്. അപ്പോൾ ജാപ്പനീസ് കറൻസി സ്ട്രെങ്തൻ ചെയ്യുന്നത് എക്സ്പോർട്ടിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. കറൻസി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 145.3 ആണ്. ഇതിനു മുമ്പ് താഴെ വന്നിരുന്നു 161.60. 38 വർഷത്തെ ലോവർ ലെവലിൽ വന്നിരുന്നു. അതിനുശേഷമാണ് റിക്കവറി നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടാകാൻ പോകുന്ന യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്തേക്കാം. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലെല്ലാം തന്നെ പറയുന്നൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ വിസിബിൾ ആണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ റിസഷൻ ചാൻസസ് കൂടുന്നു എന്നുള്ള ഗോൾഡ്മാൻ സാക്സിൻ്റെ റിപ്പോർട്ട്, ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശീതസമരം ഒരു വാറിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഭീതിയും കൂടിയുണ്ട്. ഇപ്പോൾ ഓവറോൾ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിലുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും കാണാം. തീർച്ചയായിട്ടും ഗ്ലോബൽ വളാട്ടിലിറ്റി ഇന്ത്യൻ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യും. പക്ഷേ ലീസ്റ്റ് അഫക്റ്റഡ് ആയിരിക്കുന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ നമ്മളിന്നൊരു ബയറിഷ് സെൻറ്റിമെൻ്റ് ആണ്. നിഫ്റ്റിയൊക്കെ ഒരു പക്ഷേ 250-300 പോയിൻ്റ് താഴെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. രാവിലത്തെ 8:15 ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിലും ഒരു പക്ഷേ നല്ല സെൽ ഓഫ് ഒക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. വളരെ ഹൈ പിയിൽ ട്രേഡ് ചെയ്യുന്ന പല സ്റ്റോക്കുകളിലൊക്കെ സെൽ ഓഫ് വന്നേക്കാം. ഇത് നോർമലി വേറെ മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഫാൾ ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റർ സെൻറ്റിമെൻ്റ് ആണ് കയ്യിലുള്ള സ്റ്റോക്കുകൾ വിറ്റുമാറാന്നുള്ളത്. എസ്പെഷ്യലി ഹൈ പിയിലാണ് നമ്മുടെ മാർക്കറ്റൊക്കെ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റേതായ ഒരു പ്രഷറൊക്കെ മാർക്കറ്റിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നത് ഹയർ ലെവലിൽ കുറേ സ്റ്റോക്കുകളൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുള്ള കാര്യം. ഒപ്പം നമ്മളെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ട്രിഗേഴ്സ് എന്ന് പറയുന്നത് Q2 റിസൾട്ട്, അതുപോലെ തന്നെ 4 അസംബ്ലി ഇലക്ഷൻ റിസൾട്ടുകൾ, അതുപോലെ തന്നെ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ്, ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളാവുകയാണെങ്കിൽ ആ ഒരു ഇവൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റുകളാണ് നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ളത്. Q1 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഞാൻ സൺഡേ പോഡ്കാസ്റ്റിൽ സൂചിപ്പിച്ച പോലെ വലിയ ഒപ്റ്റിമിസ്റ്റിക് തിങ്കിങ്ങിനുള്ള ഒരു റീസണൊന്നുമില്ല. മറിച്ച് ഒരു കൺസോൾട്ടേഷനാണ് കോർപ്പറേറ്റ് ലെവലിൽ നമ്മൾ കാണുന്നത്. Q2 നോക്കുകയാണെങ്കിലും ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഒന്നും റവന്യൂ സൈഡിലോ നെറ്റ് പ്രോഫിറ്റ് സൈഡിലോ ആസ് എ ഹോൾ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ Q1 റിസൾട്ടിൽ കാഴ്ചവെച്ചിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരു ലോങ് ടേം വ്യൂ കീപ്പ് ചെയ്യുന്ന ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നത് തന്നെയാണ്. സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ലോങ് ടേം വ്യൂവിൽ മാത്രം കീപ്പ് ചെയ്താൽ മതി. മിനിമം 2 ഇയർ എങ്കിലും 2 to 3 ഇയർ എങ്കിലും കീപ്പ് ചെയ്യുന്ന വ്യൂവിൽ പോകുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലത്. അതോടൊപ്പം തന്നെ പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതിൻ്റേതായ ഇമ്പാക്റ്റും അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ വന്നേക്കാം. ഒപ്പം ധാരാളം IPOs ലൈനപ്പാണ്. ആ IPOs ഒക്കെ എത്ര IPOs ഇഷ്യൂവിന് വേണ്ടി ഓപ്പൺ ആവും എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്ക് ആവുകയാണെങ്കിൽ പലരും എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഒല ഇലക്ട്രിക് ആണോ, ഒല ഇലക്ട്രിക് സബ്സ്ക്രൈബ് ആവുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. മാർക്കറ്റ് ക്രാഷ് ഒന്നും അതിന് ബാധകമാവില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ള. അറൗണ്ട് 32% ഫസ്റ്റ് ഡേ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മളൊരു പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു സെൻറ്റിമെൻ്റ് ആണ് ഇന്ന് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള ക്രാഷുകൾ മുമ്പും നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എൻ്റെ ഡിഫറൻ്റ് ആണ്. ഹൈ പിയിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു പ്രഷറൊക്കെ മാർക്കറ്റിൽ കാണാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. ഒപ്പം വളരെ
താഴ്ന്ന രീതിയിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് മുമ്പ് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകൾ പവർ കേബിൾസ് ആണ്. അതായത് ഹൈ വോൾട്ടേജ് കേബിൾസ് ഉണ്ടാക്കുന്ന പവർ കമ്പനികളുടെ സ്റ്റോക്കുകളാണ് മുമ്പ് കൺസിഡർ ചെയ്യാവുന്നത്. അതുപോലെ തന്നെ പവർ റിലേറ്റഡ് സ്റ്റോക്കുകൾ, ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന സ്റ്റോക്കുകൾ, ഇത്തരത്തിലുള്ള പവർ റിലേറ്റഡ് സോളാർ റിലേറ്റഡ് സ്റ്റോക്കുകളാണ് മാർക്കറ്റ് വലിയ രീതിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നത്. അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റായിട്ട് മുന്നോട്ട് പോവുക. വലിയ റിസ്കി പൊസിഷൻസ് ഒന്നും തന്നെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ട, കാരണം ഓവറോൾ സെൻറ്റിമെൻറ്റ് വീക്കാണ്. ഇനി ക്യാരി ട്രേഡ് ഫർദർ ഗ്ലോബൽ മാർക്കറ്റുകളിൽ അൺവൈൻഡ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ വീണ്ടും വന്നേക്കാം. കാരണം $4 ട്രില്യൺ വർത്ത് ആണ് ജാപ്പനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജപ്പാനിൽ നിന്ന് ബോറോ ചെയ്ത് മറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ എമൗണ്ടൊക്കെ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ജപ്പാനിൽ കൂട്ടുമ്പോഴും ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോസ് വരും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇക്വിറ്റിയോ അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളോ സെല് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ്. ഇത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റും നമുക്ക് ഗ്ലോബലി എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ പ്രകടമാവും. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നോർമലി ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഗോൾഡാണ് മുന്നേറാറുള്ളത്. അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴുള്ളത്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ അടുത്ത ദിവസങ്ങളിൽ ഹിറ്റ് ചെയ്യുന്നതാണ്. കാരണം വലിയ വൊളാറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സൊക്കെ ഗോൾഡിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റാറ്, സേഫ് ഹെവൻ അസറ്റ് എന്നുള്ള രീതിയിൽ. അത്തരത്തിലുള്ള പ്രതിഭാസം നമുക്ക് കാണാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റ് ഒരുപക്ഷെ 24,000 ലെവലിലേക്കൊക്കെ നിഫ്റ്റി താഴാനുള്ള ചാൻസസ് ഉണ്ട്. ഫർദർ ഗ്ലോബൽ വൊളാറ്റിലിറ്റി വരികയാണെങ്കിൽ ഒരുപക്ഷെ 23,500 ലെവലിലേക്കൊക്കെ താന്നേക്കാം. ആ ലെവലുകൾ വരുമ്പോൾ നമുക്ക് അഗ്രസീവ് ആയിട്ടുള്ളൊരു ബൈയിങ് ഡിസിഷൻ എടുക്കാം. അതുവരെ വളരെ കോഷ്യസ് ആയിട്ട് റിസ്ക് കുറച്ച് ഉള്ള ഒരു പൊസിഷനിൽ എല്ലാവരും തങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പോഷർ കീപ്പ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.